നമ്മൾ ജീവിക്കുന്നത്. വാ തുറന്നാല് തെറ്റ്, കണ്ണു തുറന്നാല് തെറ്റ്, കയ്യങ്ങ് നിവർത്തി വെച്ചാല് തെറ്റ്, ചെരുപ്പിട്ടിട്ട് നടന്നാല് തെറ്റ്, ഒറ്റക്കിരുന്ന് ചിന്തിക്കുമ്പോ തെറ്റ്. വലിയ പരീക്ഷണത്തിന്റെ ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഓ സുഹൃത്തുക്കളെ, ഏത് തെറ്റ് ചെയ്യുന്ന സമയത്ത് ഖൽബിൽ ഒരു ചിന്ത വേണം. ഒരു ചെറുപ്പക്കാരൻ ഏറ്റവും കൂടുതൽ തെറ്റിൽ പെട്ടുപോകുന്നത് ഒരു പെണ്ണിനെ കൊണ്ടാണ്. അല്ലാഹു തആല നന്നാക്കി തരട്ടെ. ഇല്ലേ ഇല്ലേ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഒരു ചെറുപ്പക്കാരൻ ഏറ്റവും കൂടുതൽ തെറ്റിൽ അകപ്പെട്ടു പോകുന്നത് സുബ്ഹാന ജല്ല ജലാലുഹു ഒരു പെണ്ണിനെ കൊണ്ടാണ്. ഒരു പെണ്ണിനെ കൊണ്ടാണ് തെറ്റിൽ അകപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, നീ ഒരു സിംഹത്തിന്റെ പിന്നിൽ വേണമെങ്കിൽ നടന്നോ, പെണ്ണിന്റെ പിന്നിൽ നടക്കണ്ട. എന്താ കാരണം? സിംഹത്തിന്റെ പിന്നിൽ നടന്നാല് ചിലപ്പോ സിംഹം നിന്നെ കൊന്നുകളയും, തിന്നുകളയും. അതുകൊണ്ട് ചിലപ്പോ നീ മോമിനായി മരിക്കാൻ സാധ്യതയുണ്ട്. നിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ വേറൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ സിംഹം തിന്നാലെന്താ? സിംഹന്റെ ബാറ്റിന്റെ ഉള്ളിൽ ഒരു മോമിനായ മനുഷ്യൻ കടന്നു എന്നല്ലാതെ വേറെന്ത് വരാനാ? അതേ സമയത്ത് ഒരു പെണ്ണിന്റെ പിന്നിൽ നീ പോയാൽ ചിലപ്പോൾ നിന്റെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സിംഹത്തിന്റെ പിന്നിൽ പോയാലും സാരമില്ല, പെണ്ണിന്റെ പിന്നിൽ പോകാൻ പാടില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ഏത് തെറ്റ് ചെയ്യുന്ന സമയത്ത് ഖൽബിൽ അല്ലാഹുവിന്റെ ചിന്ത വേണം. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, അതാ മഹാനവരുകളെ കാലത്തൊരു പെണ്ണുണ്ടാടിരുന്നു. ആ പെണ്ണ് കാണാൻ നല്ല സുന്ദരിയായ പെണ്ണാണ്. ഓ സഹോദരി, റബ്ബ് തന്ന സൗന്ദര്യം മറ്റുള്ള അന്യ പുരുഷന്മാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല. അല്ലാഹ് തന്ന സൗന്ദര്യം മറക്കാനുള്ളതാണ്. പർദ ധരിച്ച് നടക്കുമ്പോ സരളികട്ടയിൽ എന്റെ സംസാരം കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ, പൂർണ്ണമായും ഹിജാബോടെ അതാ അങ്ങാടിയിൽ പോകുന്ന ഒരു പെണ്ണ്, ഇതുപോലെ തന്നെ പൂർണ്ണമായും ഒരു പർദ ധരിച്ച് വീട്ടിൽ നിന്നിറങ്ങുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ മുഖം ഒരു അന്യ പുരുഷന് നോക്കൂല. ഒരു അന്യ പുരുഷനും നോക്കാൻ അവസരമുണ്ടാക്കൂല. പക്ഷേ നീ അതാ അങ്ങാടിയിൽ കാണുന്നു, ഉപ്പിനങ്ങാടി അങ്ങാടിയിൽ വേറെ ഒരു പെണ്ണിനെ നീ കാണാണ്. അവൾ മുഖം തുറന്നു വെച്ചിരിക്കുകയാണ്. അതെ, അവൾ പേരിന് മാത്രം ഒരു ഹിജാബ് ഇട്ടിരിക്കുകയാണ്. അവൾ പൂർണ്ണമായും ശരീരം മറച്ചവളല്ലോ. എന്നാൽ പെണ്ണേ, അത് കണ്ടിട്ട് ഞാനും ഒന്ന് മുഖം തുറന്നു വെച്ച് നടന്നാൽ എന്ത്? ഒരിക്കലും ചിന്തിച്ചുകൂടാ. എന്തേ കാരണം? നിനക്ക് അല്ലാഹു തആല ഭാഗ്യം തന്നു പൂർണ്ണമായ ഹിജാബോടെ നടക്കാൻ. പർദ പൂർണ്ണമായും ധരിച്ച് നടന്ന പെണ്ണിലേക്ക് ഒരു അന്യ ചെറുപ്പക്കാരന് കണ്ണു തുറന്നു നോക്കൂലോ. അതാ ഈ അടുത്ത് ഞാനൊന്ന് വായിച്ചു. എന്റെ വാല കേൾക്കുന്ന ഉമ്മമാരെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, സഹോദരിമാരെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാ. നീ ഏത് ഡിഗ്രി കോളേജിൽ പഠിക്കാൻ പോവുകയാണെങ്കിലും പർദ മാറ്റിവെച്ച് പോകാൻ വകുപ്പില്ലോ. അത് നീ ഭൗതികമായ ഏത് പഠനം പഠിക്കാൻ പോവുകയാണെങ്കിലും നിന്റെ കോളേജിന്റെ ഉള്ളിൽ പർദ ധരിക്കാൻ കോളേജുകാര് സമ്മതിക്കുന്നില്ല എങ്കിൽ റബ്ബ് നിന്റെ മുന്നിൽ വരച്ച് കാണിച്ച നിയമം എന്താണെന്നറിയോ? ആ കോളേജിലുള്ള നിന്റെ പഠിത്തം അവസാനിപ്പിക്കണമെന്നല്ലാതെ അതിന്റെ പേരിൽ പർദ ഊരിയിട്ട് ബാഗിലെടുത്ത് വെച്ച് കോളേജിന്റെ അകത്തേക്ക് കടന്നു ചെല്ലോ ഒരു മുസ്ലിമത്തായ പെണ്ണിനും അല്ലാഹ് സമ്മതം കൊടുത്തിട്ടില്ലോ, ഇസ്ലാം അനുവദിച്ചിട്ടില്ലോ. നിന്റെ ഖൽബിൽ ഈ ചിന്ത വേണം. ഞാനിപ്പോ ഈ അടുത്തൊരു ഒന്ന് വായിച്ചു. എത്ര സിനിമ നടിമാരാണ്, എത്ര സിനിമ നടിമാരെ പുകഴ്ത്തുന്നല്ലോ. സിനിമ നടിമാര് നല്ലവരാണെന്ന് പറയല്ലോ. സിനിമയിലെ ഹീറോയിനുമാർ നല്ലവരാണെന്ന് പറയല്ലോ. അതേ സമയത്ത് ആ സിനിമ നടിമാരോട് ഇന്റർവ്യൂ നടത്തുകയാണ്. ആ ഇന്റർവ്യൂവിൽ ചോദ്യം ഞാനൊന്ന് വായിച്ചതട്ടോ. എന്താ ചോദ്യം എന്നറിയോ?
അതാ ഇന്ന് അറിയപ്പെട്ട പല സിനിമാ നടിമാരും പല സ്ഥലങ്ങളിലും അവർ ചെല്ലുമ്പോൾ മുസ്ലിം സ്ത്രീകൾ ധരിച്ച പർദ്ദ ധരിച്ചിട്ടാ പോകുന്നത്. എന്തേ? ഈ സിനിമാ നടിമാര് മുസ്ലിമാത്തുകളായ പെൺകുട്ടികളായതുകൊണ്ടല്ല. അവരോട് ഇന്റർവ്യൂവിൽ ഒരു ചോദ്യമാണ്, നിങ്ങൾ മുസ്ലിം സ്ത്രീകളല്ലാഞ്ഞിട്ടു എന്തേ നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോകുമ്പോ നിങ്ങൾ എന്തേ പർദ്ദ ധരിച്ചിട്ട് പോയത്? അപ്പൊ ഈ സിനിമാ നടിമാര് പ്രതികരിക്കുകയാണ്. ആ ഇന്റർവ്യൂവിൽ അവർ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? അതാ ഞങ്ങൾ പർദ്ദ ധരിച്ചിട്ട് പോയ ഒരൊറ്റ സ്ഥലത്തു ഒരാളും കണ്ണു തുറന്ന് ഞങ്ങളിലേക്ക് നോക്കിയിട്ടില്ലോ. അതല്ലേ സത്യം? അതല്ലേ സത്യം? ഇന്ന് പിന്നെ ധരിക്കണ പർദ്ദൊക്കെ പലരും നോക്കട്ടെ എന്ന് കരുതിയിട്ടാ ഇന്നത്തെ പർദ്ദ ധരിക്കണേ. സർലികട്ടിലെ ഉമ്മപ്പെങ്ങന്മാരെ കുറിച്ചല്ലോ ഞാൻ പറയുന്നത്. അവർക്ക് നല്ലവരാ. അള്ളാഹു തആല അവരുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ നന്നാക്കി തരട്ടെ. നിങ്ങൾ എന്താ ആമീൻ പറയാത്തെ? ഹണേ പറ, നമുക്ക് കൊന്തുണ്ട് ഉസ്താദ് ഉണ്ടാ. അള്ളാഹു തആല അവരുടെ ബർക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇവിടുത്തെ ഉമ്മപ്പെങ്ങന്മാരെ കുറിച്ച് ഞാൻ പറയല്ല. പക്ഷെ സിനിമാ നടിമാര് പോലും ചില സ്ഥലങ്ങളിൽ പോകുമ്പോ പൂർണ്ണമായും പർദ്ദ ധരിച്ചിട്ടാ പോണം. അതിന് ഇന്റർവ്യൂവിൽ അവരോട് ചോദ്യം ചോദിക്കും, അവരെ മറുപടി എന്താണെന്നറിയോ? നമ്മള് പൂർണ്ണമായും പർദ്ദ ധരിച്ചിട്ട് പോയ ഒറ്റ സ്ഥലത്തും ഒരാണ് ഞങ്ങളിലേക്ക് കണ്ണു തുറന്നിട്ട് നോക്കിയിട്ടില്ല. അതാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം ആവിഷ്കരിച്ച പർദ്ദ. അത് ഒരൊറ്റ മുസ്ലിം ഉമ്മയുടെയും സ്വാതന്ത്ര്യം നിഷേധിക്കലല്ല, ഒരൊറ്റ മുസ്ലിം സഹോദരിയുടെ സ്വാതന്ത്ര്യം നിഷേധിക്കലല്ലോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്. ഞാൻ അതിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ചിരുന്നൊരു പെണ്ണ്, കാണാൻ നല്ല സുന്ദരിയായ പെണ്ണാണ്. ഒരിക്കൽ ഈ പെണ്ണ് എന്ത് ചെയ്യുന്നറിയോ? തന്റെ ഭർത്താവിന്റെ മുന്നിൽ വന്നിട്ട് ചോദിച്ചു, എന്റെ സൗന്ദര്യം കണ്ടിട്ട് ചതിയിൽ പെട്ടുപോകാത്ത ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ ഈ നാട്ടിലുണ്ട്, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു. വല്ലാത്തൊരു ചോദ്യല്ലേ? എന്റെ സൗന്ദര്യം കണ്ടിട്ട് എന്റെ ചതിയിൽ പെട്ടുപോകാത്ത ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ ഈ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? വല്ലാത്തൊരു ചോദ്യ. അപ്പോ ഭർത്താവ് പറഞ്ഞു, മറ്റുള്ളവരെ കുറിച്ചൊന്നും എനിക്ക് പറയാൻ ഉറപ്പില്ല, പക്ഷേ എനിക്ക് പറയാൻ ഉറപ്പുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരൻ നിന്റെ സൗന്ദര്യത്തിലേക്ക് നോക്കിയാലൊന്നും പെട്ടുപോകൂല. അതാരാ? അപ്പ പറഞ്ഞു, ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു വലിയ മഹാന. സുബ്ഹാന ജല്ല ജലാൽ. ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു ചോദിക്കുക, ഉസ്താദേ, എനിക്കൊരു പെണ്ണിനോട് വല്ലാത്ത സ്നേഹമുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇവനോട്, അങ്ങനെ സ്നേഹിക്കാൻ പാടില്ലല്ലോ. പെണ്ണിനെ സ്നേഹിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ടാ, കല്യാണത്തിന് മുമ്പ് ഒരു സ്നേഹമല്ല. പെണ്ണിനെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടാ സ്നേഹം, കല്യാണത്തിന് മുമ്പ് ഒരു സ്നേഹമില്ല. അത് അള്ളാഹ് അനുവദിച്ചിട്ടില്ല. അപ്പൊ ഇവൻ പറയാ, ഉസ്താദേ, ഞാന് വാട്സപ്പിന്റെ സ്വലാത്തിന്റെ ഗ്രൂപ്പിൽ ഒരു പെണ്ണിനെ പരിചയപ്പെട്ടിട്ട് അങ്ങനെ ആ നമ്പർ കിട്ടിയിട്ട് ഞങ്ങൾ തമ്മിൽ ഇപ്പൊ വലിയ സ്നേഹ, ഞങ്ങൾ എല്ലാ ദിവസവും ഭയങ്കര കോമ്പറ്റീഷനാ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെ സ്നേഹം ഉത്ഭവിക്കുന്നത് പോകട്ടെ, അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാകാൻ പാടില്ല. ആണും പെണ്ണും കലുഷിതമായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, അത് ഫാമിലി ഗ്രൂപ്പിന്റെ പേരിലാകട്ടെ, സ്വലാത്തിന്റെ ഗ്രൂപ്പിന്റെ പേരിലാകട്ടെ, ലേഡീസ് ഗ്രൂപ്പിന്റെ പേരിലാകട്ടെ, മഹല്ല് കമ്മിറ്റിയുടെ ഗ്രൂപ്പിന്റെ പേരിലാകട്ടെ, ഒരൊറ്റ ഗ്രൂപ്പും ആണും പെണ്ണും സമ്മിശ്രമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് അത് ദുനിയാവിന്റെ പേരിൽ മാത്രമല്ല ദീനിന്റെ പേരിലും ഉണ്ടാകാൻ പാടില്ല. കടുത്ത തെറ്റാണ്. എന്താ കാരണം അറിയോ? അല്ല ഉസ്താദ്, അത് സ്വലാത്ത് ചൊല്ലിപ്പിക്കുന്ന ഗ്രൂപ്പാണ്. സ്വലാത്ത് ചൊല്ലിപ്പിച്ചിട്ട് എങ്ങോട്ടാ എത്തുന്നറിയോ? ഇവര് തമ്മിൽ സ്നേഹ. എന്നിട്ട് ഇവൻ പറയാ, ഉസ്താദേ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാല് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഭയങ്കര കോമ്പറ്റീഷനാ. കല്യാണം കഴിക്കാത്ത ഇവർ രണ്ടുപേര് കോമ്പറ്റീഷൻ. ആയിഷ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ട്. ആ കല്യാണത്തിന് ശേഷം എന്ത് കോമ്പറ്റീഷൻ? റണ്ണിംഗ് റേസ് നടത്തിയിട്ടുണ്ട്. റണ്ണിംഗ് റേസ്. ഇനിയിപ്പോ ഇതും കേട്ടിട്ട് സർലിക്കട്ട അങ്ങാടിയിൽ 4 മാപ്പിള പെഞ്ഞായിമാർ റണ്ണിംഗ് റേസ് ആക്കാൻ പോയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റണ്ണിംഗ് റേസ് നടത്തിയിട്ടുണ്ട്. ആ കല്യാണത്തിന് ശേഷം അതേ സമയം ഇവൻ പറയാ, ഉസ്താദേ,
ഞാനാണോ ഒരു ദിവസം കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നത്, ഇവളാണോ കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നത് എന്ന് ഞങ്ങൾ തമ്മിൽ മത്സരാണ്. ഇപ്പൊ എന്റെ മനസ്സിൽ ആഗ്രഹം ഇവളെ കല്യാണം കഴിക്കണോ. സുബ്ഹാനല്ലാഹ്, കടുത്ത തെറ്റല്ലേ, വല്ലാത്ത തെറ്റ്. എന്തേ കാരണം? ചെറിയ തെറ്റല്ല, സാധാരണ സ്നേഹിക്കുന്നത് പോലെയല്ല അത്. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങളെ വഴിവിട്ട പ്രണയത്തിനെ വലിച്ചിട്ടില്ലേ? ഏറ്റവും കൂലി കിട്ടുന്ന സ്വലാത്തിനെ വലിച്ചിട്ടില്ലേ? ആ സ്വലാത്തിനെ ദുരുപയോഗം ചെയ്തിട്ടല്ലേ പ്രണയം തുടങ്ങിയത്. കടുത്ത തെറ്റാണ് കിട്ടൂ. ഈ പെണ്ണിനറിയാ, ചരിത്രം മറക്കണ്ട ചെറുപ്പക്കാരാ, ഈ പെണ്ണിനറിയാ ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങൾ ഒരു കാലി പോലെയല്ല. ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങൾ വലിയ ദീനീ ബോധമുള്ള ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനെ വശീകരിക്കണമെങ്കിൽ അതേ പർദ്ദ ധരിക്കാതെ പോയിട്ട് കാര്യമില്ല. നമ്മുടെ ഉസ്താദുമാർ എപ്പോഴും പറയാറുണ്ട്, സ്വാലിഹീങ്ങളായ പുരുഷന്മാരെ വഴിതെറ്റിപ്പിക്കുന്നത് സ്വാലിഹാത്തുകളായ സ്ത്രീകളാണെന്ന് അറിയാം. അപ്പൊ അങ്ങനെ അപ്പൊ പർദ്ദ ധരിക്കാതെ പോയാലൊന്നും പഠിപ്പിക്കാൻ പറ്റൂല. എന്റെ ഭർത്താവിനോട് വാശി പിടിച്ചിട്ടാണ് ഞാൻ ഉബൈദ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന തഖ്വയിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരനെ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ പൂർണ്ണമായും പർദ്ദ ധരിച്ചു, മുഖമൂടി ധരിച്ചു, എന്നിട്ടാ പോകുന്നത്. ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അതാ ഇരിക്കുകയാണ്. ഈ പെൺകുട്ടി മുന്നിൽ എത്തിയ ഉടനെ മൂടിയ പർദ്ദയുടെ മൂടങ്ങ് തുറന്നു വെച്ചു. എന്നിട്ടൊരൊറ്റ ചോദ്യമാണ്, ചെറുപ്പക്കാരോ, ഓ ഉബൈദ് ഇബ്നു ഉമൈർ, ഈ സൗന്ദര്യമുള്ള ശരീരം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങളെ ചോദ്യം, അല്ല പെണ്ണേ, എനിക്ക് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ ചോദ്യങ്ങളാണ് ഏത് സമയത്തും തെറ്റിൽ പെട്ടുപോകാൻ സാധ്യതയുള്ള സമയത്ത് മുസ്ലിം ചെറുപ്പക്കാരുടെയും സഹോദരിമാരുടെയും കൽബിൽ കയറി വരേണ്ട ചോദ്യം. ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഈ പെണ്ണിനോട് പറയാണ്, അതാ നിന്നെ വേണോ വേണ്ടേ എന്ന് നമുക്ക് പിന്നെ നോക്കാം. എനിക്ക് നിന്നോട് ചോദിക്കാൻ ചില ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് മറുപടി കിട്ടിയോ പിന്നെ നിന്നെ വേണോ വേണ്ടേ എന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ? ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ? ഓ പെണ്ണെ, റൂഹ് പിടിക്കാൻ വരുന്നൊരു മലക്കില്ലയോ? ആ മലക്കിന്റെ പേരല്ലേ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. ആ റൂഹ് പിടിക്കുന്ന മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം നിന്റെ അരികിൽ വന്നു നിൽക്കുമ്പോൾ നീ ഇതുപോലെ തെറ്റ് ചെയ്യണമെന്ന് കൊതിക്കുമോ? ഒന്നാമത്തെ ചോദ്യമാണത്. റൂഹ് പിടിക്കുന്ന മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം നിന്റെ മുന്നിൽ വന്നു നിൽക്കുമ്പോ ഇതുപോലെ തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമോ? ആ പെണ്ണിന്റെ മറുപടി ഇല്ല. എന്നാൽ രണ്ടാമത്തൊരു ചോദ്യം ചോദിക്കട്ടെ. അതാ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ മയ്യിത്ത് കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്യാനുണ്ട്. ആ ഖബറിൽ കൊണ്ടുപോയി മറവ് ചെയ്തു. അതേ ഖബറിൽ നിന്നോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി നിന്നെ ഖബറിൽ ഇരുത്താറുണ്ട്. ആ ഖബറിൽ എഴുന്നേറ്റിപ്പിച്ച് ചോദിക്കാൻ വേണ്ടി നിന്നെ ഇരുത്തുമ്പോ ഇതുപോലെ തെറ്റ് ചെയ്യണമെന്ന ചിന്ത നിന്റെ ഖൽബിൽ കയറിക്കൂടുമോ? ആ പെണ്ണിന്റെ മറുപടി ഇല്ല. എന്നാൽ മൂന്നാമതായി എനിക്ക് നിന്നോടൊന്ന് ചോദിക്കാനുണ്ട്. അതെന്താണെന്നറിയോ? നാളെ റബ്ബിന്റെ കോടതി എത്തിയാൽ ഒരു ഏടുണ്ട്. ആ ഏട്ടിലുള്ളത് എന്താണ്? ജീവിതകാലത്ത് മനുഷ്യൻ ചെയ്ത നന്മകളാണ് അതിലുള്ളത്. ജീവിതകാലത്ത് മനുഷ്യൻ ചെയ്ത തിന്മയാണ് അതിലുള്ളത്. ഓ ഇവിടെയുള്ള മൊബൈലിൽ ചെയ്യുന്ന തെറ്റാണെങ്കിലോ അത് ഡിലീറ്റ് ചെയ്താൽ പിന്നെ കാണാൻ ആളുകളില്ല. ഹിസ്റ്ററി അങ്ങ് ക്ലിയർ ചെയ്താൽ കാണാൻ ആളുകളില്ല. നമ്മൾ യൂട്യൂബിൽ അള്ള പൊരുത്തപ്പെടാത്ത ഒരു വീഡിയോ കാണാൻ വേണ്ടി നമ്മൾ യൂട്യൂബിൽ അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്തു.
എന്നാൽ എന്റെ മൊബൈൽ എന്റെ ജ്യേഷ്ഠൻ കയ്യിലെടുത്താൽ എന്റെ ജ്യേഷ്ഠൻ ഞാൻ എന്താണ് യൂട്യൂബിൽ നോക്കിയത് എന്ന് മനസ്സിലാക്കാൻ പാടില്ല എന്ന് കരുതിയിട്ട് നമുക്ക് ഹിസ്റ്ററി അങ്ങ് ഡിലീറ്റ് ചെയ്ത് വെക്കാം, ക്ലിയർ ചെയ്യാം. ഇതുപോലെ ഞാൻ വേറൊരാൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാല് അയാളെ കയ്യിലുള്ള മൊബൈലിൽ നിന്ന് എന്റെ മെസ്സേജ് വേറൊരാളും കാണാൻ പാടില്ല, എന്നാൽ ഡിലീറ്റ് ഫോർ എവരിവൺ. അങ്ങനെയാണല്ലോ ഇന്ന് ഏത് പുതിയ സംവിധാനം ഉണ്ടാകുമ്പോഴും തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ മുഴുവനും തുറന്നു കൊടുത്തിട്ടാ സംവിധാനം ഉണ്ടാക്കുന്ന ആളുകൾ കണ്ടുപിടിക്കുന്നത് തന്നെ. പക്ഷേ ഏത് ഹിസ്റ്ററി ക്ലിയർ ചെയ്താലും ഏത് മെസ്സേജ് ഡിലീറ്റ് ചെയ്താലും അള്ളാന്റെ കോടതിയിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കിതാബുണ്ട് കേട്ടോ. ചെയ്ത നന്മകൾ മുഴുവനും കിതാബിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടു പോയി, തിന്മകൾ മുഴുവനും ക്രോഡീകരിക്കപ്പെട്ടു പോയി. ആ കിതാബിലേക്കൊന്ന് നോക്കിയിട്ട് റബ്ബിന്റെ കോടതിയിലെ ജനങ്ങൾ അവിടുന്ന് പറയും, ഖുർആൻ പറഞ്ഞില്ലേ, മാലി ഹാദൽ കിതാബി ലാ യുഗാദിറു സ്വഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ആരും കാണാതെ ഞാൻ ചെയ്ത ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഈ കിതാബിലുണ്ടല്ലോ. ഇത് വല്ലാത്ത കിതാബാണല്ലോ, ജമാഅത്ത് കമ്മിറ്റിയുടെ അടിച്ചർ കിതാബല്ലോ, അക്കൗണ്ട് ബുക്കല്ലോ, ഒരു തെറ്റും മായ്ച്ച് കളയാൻ പറ്റാത്ത കിതാബാണ്. ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഈ പെൺകുട്ടിയോട് മൂന്നാമതായി ചോദിക്കുകയാണ്, അല്ലയോ പെണ്ണേ, റബ്ബിന്റെ കോടതിയിൽ നിന്റെ കയ്യിലെ കിതാബ് കിട്ടുമ്പോ നിനക്ക് ഈ തെറ്റ് ചെയ്യണമെന്ന് തോന്നുമോ? ആ പെൺകുട്ടി എവിടുന്ന് പറയുകയാണ്, ഇല്ല. എങ്ങനെയാണ് എനിക്ക് ഈ തെറ്റ് ചെയ്യാൻ തോന്നുക? പിന്നെ നാലാമതായ ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങൾ ഈ പെണ്ണിനോട് ചോദിക്കുകയാണ്, അല്ല പെണ്ണേ, അതാ അള്ളാന്റെ കോടതിയിൽ ഒരു സിറാത്ത് പാലമുണ്ടല്ലോ. ആ സിറാത്ത് പാലം നമ്മുടെ നാട്ടിൽ കാണുന്ന ഏതെങ്കിലും ഒരു ബ്രിഡ്ജ് പോലെയല്ലല്ലോ, വാളിനേക്കാൾ മൂർച്ചയുള്ള പാലമാണല്ലോ. മനുഷ്യ തലയിലുള്ള മുടിയുണ്ടല്ലോ, ആ മുടിയേക്കാൾ നേരിയ പാലമാണല്ലോ. ആ സിറാത്ത് പാലത്തിൽ വിട്ടുകിടക്കാനുണ്ടല്ലോ, പാലം വിട്ടുകിടന്ന് അങ്ങോട്ട് എത്തിയാൽ സ്വർഗമാണല്ലോ. അല്ലാതെ കാല് വെഴുതിയിട്ട് താഴോട്ട് വീണാലോ നരകത്തിന്റെ അടിത്തട്ടിലേക്കാണല്ലോ. ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങൾ ഈ പെണ്ണിനോട് ചോദിക്കുക, അല്ല പെണ്ണേ, നീ സിറാത്ത് പാലത്തിലൂടെ വിട്ടുകിടക്കുമ്പോ നിന്റെ മനസ്സിൽ തെറ്റ് ചെയ്യാൻ തോന്നാറുണ്ടോ? ചങ്കിൽ തറക്കുന്ന ചോദ്യമാണല്ലോ, കൽബിൽ കൊള്ളുന്ന ചോദ്യമാണല്ലോ. ഈ പെണ്ണവിടെന്ന് പറയാല്ല, ഇല്ല. എങ്ങനെയാണ് എനിക്ക് ആ സമയത്ത് തെറ്റ് ചെയ്യാൻ ചിന്ത വരുന്നത്? ഒരിക്കലും എനിക്ക് തെറ്റ് ചെയ്യാൻ എന്റെ കൽബിൽ ചിന്ത വരൂല്ല. ഇനി അടുത്ത അഞ്ചാമത്തെ ചോദ്യമുണ്ട്. മഹാനവരുകൾ ഈ പെണ്ണിനോട് ചോദിക്കുക, അല്ല പെണ്ണേ, റബ്ബിന്റെ കോടതിയിൽ ഒരു തുലാസ് ഉണ്ടല്ലോ, ആ തുലാസിന്റെ അരികിൽ നിന്നെ കൊണ്ടുവരുന്നു. നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത നന്മകളുണ്ടല്ലോ, ആ തുലാസിന്റെ ഒരു തട്ടിലെടുത്തു വെക്കാറുണ്ടല്ലോ. നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത തിന്മകളുണ്ടല്ലോ, ആ തെറ്റുകളെ മുഴുവനും തുലാസിന്റെ മറ്റേ തട്ടിലിട്ട് എടുത്തു വെക്കാറുണ്ടല്ലോ. ഏതിനാണ് അവിടെ കനം വർദ്ധിക്കുന്നതെന്ന് പറയാൻ കഴിയില്ലല്ലോ. നന്മയുടെ തട്ടിനാണോ തിന്മയുടെ തട്ടിനാണോ പറയാൻ കഴിയില്ലല്ലോ. ആ സമയത്ത് ഈ തെറ്റ് ചെയ്യണമെന്ന് നിന്റെ കൽബിൽ ചിന്ത വരാറുണ്ടോ? ഈ പെണ്ണിന്റെ അഞ്ചാമത്തെ ചോദ്യത്തിന് മറുപടി ഇല്ല. എങ്ങനെയാണ് എനിക്ക് ഈ തെറ്റ് ചെയ്യാൻ എന്റെ കൽബിൽ ചിന്ത വരുന്നത്? സുബ്ഹാനല്ലാഹ്, ഈ പെണ്ണിനോട് 5 ചോദ്യം
ചെറുപ്പക്കാരനായ ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു 5 ചോദ്യം ചോദിച്ചപ്പോഴും തെറ്റ് ചെയ്യണമെന്ന് കരുതിയിട്ട് ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങളെ മുന്നിൽ വന്ന ഈ പെണ്ണിന്റെ മറുപടി ഇല്ല, കഴിയില്ല കഴിയില്ല കഴിയില്ല. ചരിത്രത്തിൽ കാണാ എന്റെ ബാല കേൾക്കുന്ന ഉമ്മമാര്, ബാല കേൾക്കുന്ന ഈമാനുള്ള സഹോദരിമാര്, പ്രായമുള്ള ബാപ്പമാര്, കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാര്, ചരിത്രത്തിൽ കാണാ ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേച്ച ഈ ഭർത്താവ് പറയുകയാ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഭർത്താവ് പറയാണ്, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്തേ കാരണം? എന്റെ ഭാര്യ ഇബാദത്തിനോട് വലിയ താല്പര്യമുള്ള പെണ്ണായിരുന്നില്ല. പക്ഷേ ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങളുടെ 5 ഉപദേശം അങ്ങ് കേട്ടപ്പോ ഇന്ന് എന്റെ ഭാര്യയെ എനിക്ക് കിട്ടാറേ ഇല്ല, എന്റെ ഭാര്യയെ എനിക്ക് കിട്ടാറേ ഇല്ല. കാരണം ഏത് സമയത്തും ഭാര്യ നിസ്കാരത്തിലോ, വിളിക്കുന്ന മുഴുവൻ സമയത്തും നിസ്കാരത്തിലോ. എന്തേ കാരണം? എന്റെ ഭാര്യയുടെ ഖൽബിൽ ഖബറിനെ കുറിച്ചുള്ള ചിന്ത ഇരുന്നു പോയി, മരണത്തെ കുറിച്ചുള്ള ചിന്ത ഇരുന്നു പോയി, റൂഹ് പിടിക്കുന്ന മലക്കിന്റെ ചിന്ത ഇരുന്നു പോയി, മീസാനാകുന്ന തുലാസിന്റെ ചിന്ത ഇരുന്നു പോയി, 7 കിതാബിനെ കുറിച്ചുള്ള ചിന്ത ഇരുന്നു പോയി, സിറാത്ത് പാലത്തെ കുറിച്ചുള്ള ചിന്ത ഇരുന്നു പോയി. ഈ ചിന്തയാണ് നമ്മുടെ ഖൽബിൽ കയറി കൂടേണ്ടത്. ഈ ചിന്ത നമ്മുടെ ഖൽബിൽ കയറി കൂടിയാൽ ചെറുപ്പക്കാരാ ഒരു തെറ്റിലും അകപ്പെട്ടു പോകൂലോ. ഈ ചിന്ത ഇല്ലാതിരിക്കുമ്പോഴാണ് പലപ്പോഴും അല്ലാഹുവിന്റെ പരീക്ഷണക്ക് വിധേയരാകുന്നത്.